രണ്ട് കറിയാ പ്രിപ്പയർ ചെയ്തിരിക്കണേ. ഒരു സ്നാക്ക് കൂടെ ആലോചിച്ചു, അത് പിന്നെ വേണ്ടാന്ന് വെച്ച് സമയക്കുറവ് കാരണം. അപ്പൊ ഞാനിപ്പോ ആദ്യം കാണിക്കാൻ പോലെ ജോധ്പൂരി ആലു. അതായത് ജോധ്പൂർ എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. ഞാൻ ഇവിടെ പോയിട്ട് വന്നല്ലോ, അപ്പൊ അവിടെ കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി. അവിടെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തതാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ശരിക്കും ബേബി പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ആലു ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക, വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യ് വേണം, എണ്ണ വേണം. നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം. പക്ഷെ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ അവർ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ, ഞാൻ 1/4 കിലോ പൊട്ടറ്റോന്റെ അളവാണ് പറയുന്നത്. 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 1/4 കപ്പ് വെള്ളം. നമ്മൾ ഈ പൊട്ടറ്റോ പീൽ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് ഈ തൈരും വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത വെള്ളത്തിലാണ് വേവിക്കുന്നത്. അപ്പൊ ഈ തൈരിന്റെ പുളി ഇതെല്ലാം ഈ പൊട്ടറ്റോയിലേക്ക് പിടിക്കുന്നു. അപ്പൊ അത്രയാണ് ഇത്. നമുക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ ജീരകം, പെരുംജീരകം, അജ്വൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓമം എന്ന് പറയില്ലേ, പിന്നെ ചില്ലി ഫ്ലേക്സ്, കൊല്ലമുളക്, റെഡ് ചില്ലി ഒരു 2 എണ്ണം. ഈ ജീരകമെല്ലാം നമുക്ക് കടുവറുക്കാനായിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ എത്രയാന്ന് വെച്ചാൽ ഇഷ്ടത്തിന് 1/4 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂൺ, ഇടിച്ച മുളക്, പിന്നെ പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് പീസ്. ഇതില് സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേരുന്നില്ല. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിയില മേടിക്കുമ്പോൾ അതിന്റെ തണ്ട് കിട്ടും, പിഞ്ചു തണ്ട് അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ. ഇതൊക്കെയാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ കായം, പിന്നെ നമ്മൾ ഈ വേവിച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അത് വേണം ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് അംചൂർ പൊടി, മാംഗോ ഡ്രൈ പൗഡർ ഉണ്ടല്ലോ, അത് ഒരു 1/2 ടീസ്പൂൺ. ഇത്രേ വേണ്ടു. പിന്നെ കോറിയാൻഡർ ലീവ്സ് വേണം. പിന്നെ വെളുത്ത എള്ള കുറച്ച് ഫ്രൈ ചെയ്തത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡിഷ്. കണ്ടോ? കാണാലോ. നന്നായിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ. അധികം മസാല ഒന്നുമില്ല. ഇതുണ്ടോ ഇങ്ങനെ. മോരിന് വേവിച്ചതാണ്, വേവില്ലാന്നൊന്നുമില്ല, നല്ലപോലെ വേവും കേട്ടോ. മോര്, മഞ്ഞപ്പൊടി, മോര് നമ്മള് വെണ്ണയൊക്കെ എടുത്ത മോരാണെങ്കിൽ നല്ലോണം അതിൽ പിടിക്കും. തൈര് നല്ലപോലെ എടുത്തിട്ട് മോരാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയാലും മതി. ഇതാണ് ഡിഷിന്റെ ഇത്. ഡ്രൈ ഡിഷാണ്, നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ പോലെ ഇരിക്കും. അതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പൊട്ടറ്റോ വേവിച്ച് വെച്ചതിന് ശേഷം ആദ്യം പൊട്ടറ്റോ വേവിച്ച് വെക്കുക. എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഈ ജീരകം, പെരുംജീരകം, ഓമം, റെഡ് ചില്ലി, ചില്ലി ഫ്ലേക്സ് ഒക്കെ താത്തിയിട്ട്, ഫ്ലെയിം താത്തിയിട്ട് ചില്ലി ഫ്ലേക്സ്, ഗ്രീൻ ചില്ലി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് കീറിയിട്ടത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ വേവിച്ചു വെച്ച പൊട്ടറ്റോ അതിലേക്ക് ഇടുക. ആ മല്ലിയിലയുടെ തണ്ടരിഞ്ഞതും കൂടി ഇടണേ നമ്മളെ എണ്ണയിലേക്ക്. ഒന്ന് വഴറ്റിയ ശേഷം ഈ വേവിച്ചു വെച്ച പൊട്ടറ്റോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ടേ ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ എന്നുവെച്ചാൽ ഈ ഇട്ടതിന്റെ ഫ്ലേവർ എല്ലാം ഇതിലേക്ക് വരാൻ വേണ്ടിയാണ്. അത് ഇട്ട് കഴിഞ്ഞിട്ട് കായവും കൂടി ഇടണം, അത് മറന്നുപോയി. എണ്ണയിലേക്ക് കായവും കൂടി ഇടണം. എല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വെള്ളം വറ്റണ വരയ്ക്ക് വേവിക്കുക. വെള്ളം വറ്റി കഴിയുമ്പോൾ ഈ ഞാൻ കാണിച്ച പോലെ വരും. അപ്പൊ കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് ഇളക്കിയിട്ട് ഒരു ഡിഷിലേക്ക് എടുത്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ എള്ളും മല്ലിയിലയും മുകളിൽ ഇടുക. അപ്പൊ എള്ളിടുന്നതിന്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവും. ഇതാണ് ഈ ജോധ്പൂരി പൊട്ടറ്റോ. അവർക്കൊക്കെ പിന്നെ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെയാണ്. നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അധികം മസാലയൊന്നുമില്ല. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കുക. കൂടുതൽ കുറവ് എരിവെന്ന് പറയാൻ നമുക്ക് പച്ചമുളകും ചില്ലി ഫ്ലേക്സേ ഉള്ളൂ. അത് എത്ര വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇടുക. ചില്ലി ഫ്ലേക്സ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടത്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞായിട്ടിരിക്കുന്നത്, അത് നമുക്ക് എണ്ണയിൽ വഴറ്റും. അതാണ് ആദ്യത്തെ ഡിഷ്. രണ്ടാമത്തേത് വന്നിട്ട് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു പരിപ്പ് കറിയാണ്. ആരും അങ്ങനെ ഉണ്ടാക്കാത്ത ഒരു കറിയാണ്.
പരിപ്പ് ഇട്ടിട്ട് അതിന് ഞാൻ പരിപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചുമന്ന മസൂർ ദാല്, ചെറുപരിപ്പ്, ഇത് 2 പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 കപ്പ് വീതം. അത് രണ്ടും നമുക്ക് വേവിച്ചു വെക്കുക. കുക്കറിൽ സാധാരണ നമ്മൾ വേവിക്കണ പോലെ വേവിച്ചു വെക്കാം. സോയാ ചങ്ക്സ് വന്നിട്ട് 1 കപ്പ് എടുക്കുക. 240 ml 1 കപ്പിനാണ് ഞാൻ എടുത്തത്. അതിന് നമ്മൾ വേവിക്കുന്നില്ല ഇതില്. എന്നുവെച്ചാൽ അതിനെ ഒന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് സോട്ടേ ചെയ്യുക. അതിന്റെ കളർ മാറും. കളർ മാറുമ്പോൾ അതിനെ മാറ്റി വെക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു സവാള വേണം, 2 തക്കാളി വേണം, 1 പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഓരോ ടീസ്പൂൺ വീതം. മുളക് പൊടി ആവശ്യത്തിന് എടുക്കുക. ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടത്. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു 3/4 ടീസ്പൂൺ എടുത്തു. പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഈ സോയാ ചങ്ക്സ് നമ്മൾ വറുത്ത് വെച്ച്, അപ്പൊ ആദ്യം തന്നെ പരിപ്പ് വേവിച്ച് വെക്കുക, സോയാ ചങ്ക്സ് സോട്ടേ ചെയ്ത് വെക്കുക. ഡീപ് ഫ്രൈ ഒന്നും ഇല്ലാത്ത 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഇളക്കി ചെയ്താൽ മതി അത്. പിന്നെ അതും മാറ്റി വെക്കുക. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ച് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് സവാള ഇടുക, നല്ലപോലെ വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം, ഇല്ലെങ്കിൽ പേസ്റ്റ് ഇടാം. പച്ചമുളക് കീറിയിടുക. എന്നിട്ട് ഈ 2 തക്കാളി നല്ലപോലെ ചോപ്പ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് മിക്സിയില് ജസ്റ്റ് പൾസ് മോഡിൽ അടിച്ചിട്ട് വിടാം, വേഗം വേവാനായിട്ട്. ആ തക്കാളി ഒഴിച്ചതിന് ശേഷം 1 നുള്ളി ഉപ്പ് ഇട്ടിട്ട് തക്കാളി നല്ലപോലെ വഴണ്ടി എണ്ണ മുകളിൽ തെളിയുന്ന സമയത്ത് എല്ലാ മസാല ഇടുക. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇതിടുക. എൻ്റെ എരിവിനനുസരിച്ച് ഞാൻ 3/4 ടീസ്പൂൺ പറയുന്നു. ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചോളും മസാല കരിയാണ്ടിരിക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റണം. വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിക്കണം. ഇതിലേക്ക് ഒഴിച്ചിട്ട് 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് അതിലിത് വെന്തിട്ട് കുറുകി വരണം. ഗ്രേവി കുറുകി വന്നതിന് ശേഷം മല്ലിയില ഇടുക. ഇത്രയും. ഗരം മസാല ആവശ്യമുണ്ടെങ്കിൽ ഇടുക, ആവശ്യമില്ല, ഇതിന് പരിപ്പായ കാരണം ആവശ്യമില്ല. എന്നിട്ട് മല്ലിയില ഇട്ട് അലങ്കരിച്ച് എടുക്കുക. ചപ്പാത്തിക്കോ ചോറിനോ, ചോറിനാണെങ്കിൽ കുറച്ച് ലിക്വിഡ് ആയിട്ട് എടുക്കണം. ഞാനിപ്പോ ചപ്പാത്തിയുടെ പാകത്തിന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. സോയാ ചങ്ക്സ് കണ്ടല്ലോ. കണ്ടു. പരിപ്പിലങ്ങനെ ആരും ഉണ്ടാക്കാറില്ല, പരിപ്പാണ് അത്. 1/4 കപ്പ് 2 പരിപ്പായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ മസാല വെന്ത് വരുമ്പോ അതിന്റെ കളറാണ് ഈ ഇതായിട്ട് കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ 2 ഡിഷ്. താങ്ക് യു ആന്റി. ഇനിയും വെറൈറ്റി ഡിഷസ് ഒക്കെ അടുത്ത ആഴ്ച കാണാം.